السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. പൈതൃക മീഡിയ ശ്രോതാക്കളെ, അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ സഹോദരന്മാരെ, സഹോദരികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 55-ാം ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നാം പറഞ്ഞു വരുന്നത് ആദർശ പ്രചരണത്തിന് വേണ്ടി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രോഗ്രാമായിരുന്നു ആശയപ്പൊരുത്തമില്ലാത്ത ആളുകൾക്ക് യഥാർത്ഥ ആശയത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്ക് ഹിദായത്ത് ലഭിച്ചെങ്കിൽ അത് എത്ര ഉപകരിക്കുമെന്ന നിലക്ക് നല്ല ചിന്തയിൽ ഇഖ്ലാസോടുകൂടെ വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗങ്ങളും നടത്തുക എന്നത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ നടന്ന വാദപ്രതിവാദങ്ങളും അതിൽ വഹാബീസത്തിനുണ്ടായ പരാജയങ്ങളും നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് പൂനൂരിലെ വാദപ്രതിവാദമാണ്. ആ വാദപ്രതിവാദത്തിലും നിബന്ധനകൾക്ക്, കരാറുകൾക്ക് വിരുദ്ധമായി ചോദ്യങ്ങൾ ഉയർത്ത് പരിപാടി അലങ്കോലമാക്കാൻ എടവണ്ണ അലവി മൗലവിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ശ്രമിച്ചു എങ്കിലും ഒരു വിഷയത്തിലെങ്കിലും അവർക്ക് ഹിദായത്ത് കിട്ടിയെങ്കിലോ എന്ന നിലക്ക് അവർ ചോദിക്കുന്ന വിഷയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് വാദപ്രതിവാദവുമായി സമസ്തയുടെ നേതാക്കന്മാർ വിശിഷ്യ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുന്നോട്ട് പോയെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് അലസിപ്പിരിയേണ്ടി വന്നു. പിന്നീട് നന്മണ്ടയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ പച്ചക്കള്ളം പറയാം. പച്ചക്കള്ളം, അതായത് പൂനൂരിൽ സുന്നികൾ അമ്പേ പരാജയപ്പെട്ടു, പതിമുട്ടുകുത്തി, ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ നന്മണ്ടയിൽ പോയി ഇവർ പ്രസംഗിച്ചപ്പോൾ അന്നവിടെ ആ പ്രസംഗം, ഈ പച്ചപ്പൊള്ളു പ്രസംഗിച്ചത് പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി എന്ന ഒരു വിദ്വാനാണ്. അപ്പോൾ അവിടുത്തെ പൂനൂർ വാദപ്രതിവാദം കേൾക്കാൻ പോയവരാണ് നന്മണ്ടയിലെ സുന്നി പ്രവർത്തകർ. അവർ അതിശയിച്ചു പോയി. എങ്ങനെയാ ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറയാം? ഒരു മോമിനായ മനുഷ്യൻ ഒരിക്കലും കളവ് പറയുകയില്ല എന്നാണല്ലോ തിരുവചനം. പിന്നെ എന്തിനീ മൗലവി ഇങ്ങനെ കളവ് പറയുന്നു? ഏതായാലും അവരെ അവിടെ സുന്നികൾ വെറുതെ വിട്ടില്ല. നിയമപരമായുള്ള സമസ്തയുടെ ഭരണഘടന തന്നെ അനുശാസിക്കുന്ന രൂപത്തിൽ നിയമപരമായ ചെറുത്തുനിൽപ്പല്ലേ നമ്മൾ നടത്തുകയുള്ളൂ. ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അവരെ പിടികൂടുകയും അങ്ങനെ വാദപ്രതിവാദത്തിന് അവർ സന്നദ്ധനാകേണ്ടി വരികയും ചെയ്തു. നന്മന്റെ വാദപ്രതിവാദത്തിൽ സുന്നികൾക്ക് വേണ്ടി ഹാജരായത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. എന്നാൽ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി ഹാസ്യ പ്രഭാഷണം നടത്തുക എന്നല്ലാതെ വിഷയത്തിലേക്ക് വരുന്നില്ല. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പൊതുവെ തമാശക്ക് കിട്ടൂലല്ലോ. വസ്തുതകൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാനല്ലേ അദ്ദേഹം തയ്യാറാവുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം തൻ്റെ വാദങ്ങൾ, പ്രത്യേകിച്ച് ഇസ്തിഗാസ തന്നെയാണ് അവിടെയും വാദത്തിനെടുത്തത്. ആ കാര്യങ്ങളുമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് പോയി. പക്ഷേ വഹാബി മൗലവിമാർ അവിടെ പരാജയപ്പെടുകയായിരുന്നു. അവർക്ക് ഒരു വാദത്തോടും ഇ.കെയോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് സുന്നികൾ ഏകപക്ഷീയമായി വിജയിക്കുന്ന വാദപ്രതിവാദമായി അതും മാറി. പിന്നീട് ബത്തേരിയിൽ, വയനാട് ബത്തേരിയിൽ വെച്ച് വഹാബികളുമായി ഏറ്റുമുട്ടാൻ ഒരു ചാൻസ് കിട്ടി.
ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർക്ക്. ആ സംഭവം ഇങ്ങനെയാണ്. അത് EK ഹസൻ മുസ്ലിയാർ വഫാത്താകുന്ന സമയം നോക്കി അസ്ലിം തസ്ലം എന്ന് കത്തെഴുതിയ മനുഷ്യത്വം തീണ്ടുക പോലും ചെയ്യാത്തൊരു മൗലവി ഉണ്ടല്ലോ, വെളിയങ്കോട് ഉമർ മൗലവി. വെളിയങ്കോട് ഉമർ മൗലവി അല്ല, തിരൂർക്കാട് ഉമർ മൗലവിയാണ്. പക്ഷേ അയാൾ പിന്നെ വെളിയങ്കോട് ഉമർ ഖാദി എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം എഴുതിയിരുന്നൊക്കെ. അപ്പം നമുക്ക് ഞാൻ അത് പറയാം, അത് ഒഴിവാക്കണ്ട. ആ സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. സുൽത്താൻ ബത്തേരി ഉമർ മൗലവി എന്നെ എഴുതൽ വായിക്കാൻ നമുക്ക്. സുൽത്താൻ ബത്തേരിയിൽ ഒരു ജന്മി ഉണ്ടായിരുന്നു. കക്കോടം മമ്മുഹാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഹജ്ജിന് വന്ന കൊല്ലം ഞാനും KM മൗലവിയും അവിടെ ഉണ്ടായിരുന്നു ഹജ്ജിന്. അങ്ങനെ ഞങ്ങൾ വലിയ പരിചയത്തിലായി. ഞങ്ങൾക്ക് അയാളെ അറിയില്ല, അയാൾക്ക് ഞങ്ങളെ അറിയില്ല. ഉമർ മൗലവി എഴുതുകയാണ്, ഞങ്ങളാണെങ്കിൽ KM മൗലവി നല്ല താടിയും തലപ്പാവും, പിന്നെ സൗദിയിലല്ലേ നീളം കുപ്പായം ഇട്ടു. ഞാനും അതിലൊന്നും കുറവില്ല, എനിക്കും പണ്ട് തലീക്കെട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല തലീക്കെട്ടും താടിയൊക്കെ കണ്ടപ്പോൾ കക്കോടം മൂസാജി വിചാരിച്ച് ഇവർ സുന്നിയാളിനെയാണ്. അങ്ങനെ ഹജ്ജ് കഴിയുന്നവരെ ഞങ്ങൾ വളരെ വലിയ സന്തോഷത്തിൽ അവിടെ കഴിഞ്ഞുകൂടിയെന്ന് ഉമർ മൗലവി പറയാണ്. സന്തോഷം ഉണ്ടായാലും എന്ന് നമുക്കറിയില്ല, ഉമർ മൗലവി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹജ്ജ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ദിവസം മമ്മു ഹാജിയെ ചെന്ന് കണ്ടു. കൂടെ KM മൗലവി ഉണ്ടായിരുന്നു. ശരിക്കും ആളെ പിടിക്കാൻ പോയതാണ് ഇവർ. കക്കോടം മൂസാജിക്ക് കക്കോടം മമ്മു ഹാജിക്ക് അത് അറിയില്ല. ഇവർ നല്ല താടിയും നീളം കുപ്പായും നല്ല തലപ്പാവ കണ്ടപ്പോൾ നല്ല മനുഷ്യന്മാരായിരിക്കും എന്ന് വിചാരിച്ചാണ് മക്കത്തുനിന്ന് ലോക്യത്തിന് പോയത്. ആ ലോക്യപ്പത ഇവർ രണ്ടാളും കക്കോടം മമ്മു ഹാജിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെ നെൽച്ചെടികൾ കൊയ്ത്, അഥവാ നെല്ല് തന്നെ പറഞ്ഞാൽ മതി, നെൽച്ചെടി എന്ന് പറയുന്നത് അയാളെ എഴുതിയ നെൽച്ചെടി എന്നാണ്. നെൽച്ചെടികൾ കൊയ്ത് കറ്റകൾ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടി മെതിക്കുന്ന ഒരു കളമുണ്ട് അദ്ദേഹത്തിന്. അവിടെ പായ വിരിച്ച് KM മൗലവി ഇമാമായി നിസ്കരിച്ചു. മമ്മുഹാജി തുടർന്നൊന്നും ഇതിൽ പറയുന്നില്ല. ഏതായാലും പിന്നെ തുടർന്നാൽ കുഴപ്പമില്ലല്ലോ, കാരണം ഇവർ തുണിയും കുപ്പായം കണ്ട് ഇവർ മനുഷ്യന്മാരാന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ കക്കോടം മമ്മുഹാജി. അങ്ങനെ ഞങ്ങൾ ജമാഅത്ത് കഴിഞ്ഞു. സലാം വീട്ടിയ ശേഷം ഇമാമായ KM മൗലവി അവിടുന്ന് എഴുന്നേറ്റ് മറ്റൊരു ഭാഗത്തേക്ക്. ഇവർക്ക് ഈ മെഹ്റാബിനോട് ഭയങ്കര വെറുപ്പാണ്. സലാം വീട്ടിയാൽ പിന്നെ അവിടുന്ന് മൂടും തട്ടിപ്പായി. അന്നും അങ്ങനെ തന്നെയാണെന്ന KM മൗലവി എഴുതുന്നത്. സലാം വീട്ടിയ ഉടനെ മൗലവി മുസല്ലയിൽ നിന്ന് മാറി. അപ്പോൾ എന്നോട് മമ്മുഹാജി ചോദിച്ചു, കക്കോടം മമ്മുഹാജി ചോദിച്ചു, അതെന്താ അങ്ങനെ, എന്താ ഒരു ദ്വാരക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പതിവ് ഇല്ലല്ലോ, ഇവിടെ എല്ലാവരും ദ്വാരക്കുണ്ടല്ലോ, ഞാൻ എനിക്ക് കണ്ട കാലം മുതലേ ഇവിടെ എല്ലാവരും നിസ്കാരം ദ്വാരക്കുന്നുണ്ട്, പിന്നെ എന്താ പതിവില്ലാതെ. അതെ, നാട്ടിൽ നടക്കണമെന്നല്ല ദീന്. മൗലവിക്ക് ദീന് ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് മനസ്സിലായ ദീനാണ് മൂപ്പർക്കുള്ളത്. ആ ദീനനുസരിച്ചാണ് ഞങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കക്കോടം മൂസ മമ്മുഹാജിക്ക് എന്തായി, ഈസല് വരികയെന്ന് പറഞ്ഞത്. എന്താ അങ്ങനെ പേര് പറയുന്നത്, എന്നാൽ പിന്നെ നമ്മൾ പണ്ഡിതന്മാരുമായിട്ടൊന്ന് ഇരിക്കണത്, പണ്ഡിതന്മാരുമായി ഇരിക്കണം. അപ്പോൾ ഉമർ മൗലവിയും KM മൗലവി ആയിക്കോട്ടെ നമുക്ക് ഇരിക്കാം, നിങ്ങളെ മൂല്യന്മാരായാലും നിങ്ങൾ വിളിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെയും എന്ത് ചെയ്തത്. അവിടെ EK അസ്മയല്ല കേട്ടോ, EK അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ നന്മണ്ട EK അബൂബക്കർ മുസ്ലിയാരാണ് വാദപ്രതിവാദത്തിന് നേതൃത്വം കൊടുത്ത് ബത്തേരിയിൽ EK മുസ്ലിയാർ എന്ന് പറഞ്ഞു പോയി. അല്ല, EK അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് ബത്തേരിയിലും വാദപ്രതിവാദത്തിന് വന്നത്. ആ സംഭവം ഇങ്ങനെ പറയണം. അങ്ങനെ ഞങ്ങളൊരു ഡേറ്റ് നിശ്ചയിച്ച ദിവസം തിരൂരങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ ബത്തേരിയിലെത്തി. കക്കോടം മമ്മുഹാജിയുടെ മാളിക മുകളിൽ ഒരു മുറിയിൽ എന്നെ ഇരുത്തി. വേറെ ആരെയും കാണുന്നില്ല. മുറുമാലിയായിട്ടാണ് വാദപ്രതിവാദം കേട്ടോ. മുറുമാലിയ പറയണേ, ഞാൻ തിരുവങ്ങാടിയിൽ നിന്ന് ചെന്ന് ആരെയായിട്ടൊന്നുമില്ല, കക്കോടം മമ്മുഹാജി ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ഏതായാലും തിരൂരങ്ങാടിയിൽ നിന്ന് വന്ന് മമ്മുഹാജിൻ്റെ അയാളുടെ മാളിക മുകളിൽ ഞാനൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്നു.
ആരെയും കാണുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിയാർ വന്നു. പിൻകാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ ആളുകൾ ശംസുൽ ഉലമ എന്ന അപരനാമത്തിൽ വാഴ്ത്തപ്പെട്ടതുമായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു ആ വന്നത്. അങ്ങനെ സംവാദം തുടങ്ങി. നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന പുണ്യകരമാണെന്ന് മരുമനെ പറയാണ്. അങ്ങനെ ഞങ്ങളായിട്ട് വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിൽ എന്താ സംഭവിച്ചത്? അവിടെയുള്ള സുന്നികൾ അനുഭവ സാക്ഷികൾ അവർ പറയുന്നത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കൂട്ടുപ്രാർത്ഥന നടത്തണമെന്ന് തെളിവുകൾ അടിസ്ഥാനം സമർപ്പിച്ചു. എന്നാൽ മൗലവിൻ്റെ കയ്യിൽ അതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. കെ മൗലവി പറഞ്ഞ മാതിരി എന്നല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ സമർത്ഥനത്തിന് ഗണ്ണിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. സലാം വീഴ്ത്തിയ ശേഷം ഇമാം വലതുഭാഗം മൗമൂമുകളുടെ നേരെയും ഇടതുഭാഗം കിബിലയുടെ നേരെയുമാക്കി അവിടെ തന്നെ ഇരിക്കണമെന്ന് വല്ല കിതാബിലും രേഖയുണ്ടോ എന്നായി മൗലവിയുടെ ചോദ്യം. ഏകദേശം ദ്വാരത്തിനോടത്തേക്ക് എത്തി. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൗമൂമിങ്ങളുടെ ഭാഗത്തേക്ക് മുഖം വലത്തേക്ക് അവളൊക്കെ കാണുന്ന മാതിരിയാണല്ലോ ഇരിക്കൽ ഇമാമിങ്ങൾ. അങ്ങനെ ഇരിക്കണമെന്നുള്ളതിന് വല്ല കിതാബിൻ്റെ നേർരേഖയുണ്ടോ? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉടനെ ഫത്തുൽ ബാരി വാള്യം 11 167 പേജ് എടുത്തുകൊണ്ട് അയാൾക്കിത് വായിക്കും. മൗലവിയർ നിങ്ങളൊന്ന് വായിച്ച അർത്ഥം വെച്ചാണ് ഞാൻ. അപ്പോൾ മൂപ്പരിങ്ങനെ കിതാബ് ഇങ്ങനെ ഇയാൾ മറച്ചു കൊടുത്ത പേര് ഇരിക്കണല്ലേ ഇതപ്പോഴാണ് മറുപടി. അങ്ങനെ സംവാദത്തിൽ എന്തായി, അയാൾക്ക് ഒരടി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ സംഭവം തന്നെ ഈ എത്ര വാദപ്രതിവാദം വഹാബികൾ നടത്തിയിട്ടുണ്ടോ. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങൾ. എന്നാൽ ഈ 2 പ്രമാണങ്ങൾക്കൊന്നും സുന്നികൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഖുർആൻ കൊണ്ട് തന്നെ വഹാബികളെ വാദങ്ങൾ ഗണ്ണിക്കാൻ സുന്നി പണ്ഡിതന്മാർ കഴിയാറുണ്ട്. ഇവർക്ക് ഒന്നിനും കഴിയാറില്ല. ഇവിടെ അങ്ങനെ തന്നെ ഫത്തുൽ ബാരി 11-ാമത്തെ വാള്യം 167-ാമത്തെ പേജ് മറിച്ചിട്ടിതാ ഇവിടെ നിന്ന് വായിച്ചാണി മൗലവി എന്ന് പറഞ്ഞപ്പം ഇരിക്കണല്ലേ, പറഞ്ഞില്ല. അങ്ങനെ ആ സംവാദത്തിൽ നിന്നും അവർ പരാജയപ്പെട്ട് മടങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് 1966 സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒരു ശ്രദ്ധേയമായ വാദപ്രതിവാദം നടന്നത്. അത് വായക്കാട് വെച്ചായിരുന്നു. സുന്നികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ, അതായത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അനുജൻ, സുന്നത്തി ജമാഅത്തിന്റെ ധീര പോരാളി ഖദ്ദസല്ലാഹു സിർറഹ് ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ പാരത്രിക പദവി അല്ലാഹു ഉയർത്തട്ടെ, ആ സുംറയിൽ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കാരണം വഹാബികളെ മലർത്തിയടിച്ച ധീരകേസരിയായിരുന്നല്ലോ ഇ.കെ. ഹസൻ മുസ്ലിയാർ. അതുകൊണ്ടാണല്ലോ മരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ഈ പ്രിയയുടെ കാര്യത്തിൽ ശറഇന്റെ ഒരു വകുപ്പുണ്ടല്ലോ. കുടുംബത്തിന് ബ്ലഡ് മണി വാങ്ങിയിട്ടോ അല്ലാതെയോ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. ആ വകുപ്പൊന്ന് ശ്രമിച്ചാൽ ഈ പെണ്ണിനെ രക്ഷപ്പെട്ടെങ്കിലും ഒരു ജീവൻ്റെ കാര്യമല്ലേ എന്ന നിലയ്ക്ക് എ പി ഉസ്താദ് ഇടപെട്ടപ്പോൾ നിങ്ങൾ നോക്കൂ, കേരളീയ പൊതുസമൂഹം എന്നല്ല, ലോക പൊതുസമൂഹം മൊത്തം ഒരു ചേരിയിൽ നിൽക്കാത്ത ആളുകൾ ആരാണ്? ഈ വിദ്യാർത്ഥികാരും സംഘികളുമാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വിദ്യാർത്ഥികാരും സംഘികളും. അപ്പം അവരെ അംഗസംഖ്യ എത്ര ഉണ്ട് എന്ന് മനസ്സിലായി. സംഘികൾ തന്നെ ഇപ്പോൾ എല്ലാ BJP-ക്കാരെയും നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇപ്പം ഒന്ന് ശ്രീധരൻപിള്ള എന്താ പറഞ്ഞത്? ശ്രീധരൻപിള്ളയെ പോലത്തെ ഒരു BJP-കാരൻ ആരാ ഇന്ത്യയിൽ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഈശ്വരീയ കർമ്മം, ഈശ്വര കർമ്മം. അതായത് ഈശ്വരൻ തൻ്റെ കർമ്മം AP ഉസ്താദിലൂടെ നിർവഹിക്കുന്നു, അതെന്തിനാ പിന്തുണക്കാതിരിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അതേസമയത്ത് നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന രൂപത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്.
ഈ വിദ്യാർത്ഥികാർക്ക് വേണ്ടി ഓശാന പാടാം മമ്പറം മക്കാമിലെ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ നോക്കൂ. ഒരു ഹുദവി ഈ നിമിഷപ്രിയ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന കോടതി അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ തലാലിൻ്റെ സഹോദരൻ്റെ പേജ് പോയിട്ട് അറബിയിൽ ബ്ലഡ് മണി വാങ്ങി നീ രക്തത്തിന് സ്വന്തം സഹോദരൻ്റെ രക്തം വിറ്റ് പണം വാങ്ങി തിന്നുകയാണോ? അറബിയിൽ ആര്? മമ്പറം മക്കാമിൽ തബറുക്കും പുണ്യവും ഉദ്ദേശിച്ചുകൊണ്ട് ആ പെട്ടിയിൽ നിക്ഷേപിക്കുന്ന കാശ്, ആ കാശാണ് ഈ ദാറുകുതക്കാർ ഇമ്മാതിരി തോന്നിയാസം പിന്നെ ചിന്തിക്കുന്ന ആളുകൾ തിന്നാൻ കൊടുക്കുന്നത്. എത്ര അപകടമാണത്! ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ നാട്ടുകാരനും അവിടുത്തെ കുടുംബ പരമ്പരയിൽ വരുന്ന മഹാനുമായ ഉമറുൽ ഹഫീദ് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ആ തലാലിൻ്റെ സഹോദരനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. അറബിയിൽ എഴുതിക്കാണ്ടേ നിങ്ങൾ പിന്നെ രക്തം വിറ്റ് അഞ്ചൻ്റെ സഹോദരൻ്റെ രക്തം വിറ്റ് ഫുഡടിക്കുകയാണോ? എന്തായിരിക്കും ഈ മനുഷ്യന്മാരൊക്കെ മനസ്സിൽ തന്നെ എന്ന് പറഞ്ഞ മനുഷ്യവിരോധികൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പതിപ്പാണ് എക്കാലത്തും ഈ വഹാബി വിഭാഗം. അപ്പം നിങ്ങൾ നോക്കൂ, മനുഷ്യന്മാരായ എല്ലാവരും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അനുകൂല വാക്ക് പറയാത്തവരുണ്ടോ? സംഘികളും വിദ്യാർത്ഥികാരും അവർക്ക് ഓശാന പാടുന്നവരുമായ ആളുകളുടെ ഫേസ്ബുക്കിലൊന്ന് പോയി നോക്കി. ഒരു അറഫ് അതിനെപ്പറ്റി ഒരു കമ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പൊതുസമൂഹത്തിന് എതിരായ യഥാർത്ഥ വിശ്വാസികളും അല്ലാത്തവരുമായ പൊതുസമൂഹങ്ങൾക്കും എക്കാലത്തും എതിരായ ഒരു വിഭാഗമാണ് ഈ വിദ്യാർത്ഥികാർ, ഇപ്പോൾ സംഘികളും. അപ്പോൾ ആ കൂട്ടുകെട്ട് എത്ര ഉണ്ട് എന്നിപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് മനസ്സിലായി. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഈ ഹസൻ മുസ്ലിയാരോടുള്ള വെറുപ്പ്, അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് യാ ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം, ഹസൻ മുസ്ലിയാരെ ഞങ്ങൾ മുസ്ലിമായിക്കോളിട്ടോ എന്നാ രക്ഷപ്പെടും. അപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വാസം നമ്മുടെ അനിഷേധ്യനായ അമരക്കാരൻ കാഫറാണെന്നാണല്ലോ. മനുഷ്യന്മാരെ കാഫറാക്കുക, അത് ഈ വർഗത്തിൻ്റെ ഒക്കെ ഒരു പൊതുശൈലിയാണ്. കുഫിരിയത്തിൽ കുറഞ്ഞവർക്ക് ഒരു ആക്ഷേപവും ഒന്നും അവർക്ക് പറയാൻ കഴിയില്ല, കാഫറാണെന്നറിയാം. അതിരിക്കട്ടെ, ഏതായാലും 1966 EK ഹസൻ മുസ്ലിയാരും വഹാബി മൗലവിമാരും ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാകുന്നത്. അന്ന് വഹാബിയായിരുന്ന അബൂ ഇസ്ഹാഖ് മൗലവി, കോഴിക്കോട്ടെ ലിവാഉൽ ഇസ്ലാം മസ്ജിദിൻ്റെ ഇമാമായിരുന്ന ഇസ്ഹാഖ് മൗലവി ഇത് സംബന്ധമായിട്ട് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വഹാബിയാൻ, പിന്നെ അവസാന കാലത്ത് സുന്നിയായിട്ടാണ് അദ്ദേഹം വഫാത്തായത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹം പറയുകയാണ്, കോഴിക്കോട്ടെ ലിവാഉൽ ഇസ്ലാം പള്ളിയിൽ ഇമാമും ഖത്തീബുമായി ഞാൻ ചാർജ് എടുത്ത പിറ്റേ കൊല്ലം, അഥവാ 1966 സെപ്റ്റംബറിൽ വായക്കാട് വെച്ച് ഒരു സുന്നി മുജാഹിദ് വാദപ്രതിവാദം നടക്കുകയുണ്ടായി. ആലിയ കോളേജിൽ എൻ്റെ സഹാധ്യാപകനും പണ്ഡിത സുഹൃത്തുമായ MT അബ്ദുറഹ്മാൻ മൗലവി വായക്കാടായിരുന്നു ഈ സംഭവത്തിന് കാരണക്കാരൻ. MT അബ്ദുറഹ്മാൻ മൗലവി വായക്കാട് വെച്ച് നടത്തിയ പ്രസംഗങ്ങളിൽ സുന്നി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തത് ഒരു വാദപ്രതിവാദത്തിന് വഴിയൊരുക്കി. മുഅജ്ജിദത്തി എന്ന വിഷയങ്ങളിലുള്ള ഇരു കക്ഷികളുടെയും നിലപാടുകളും വാദഗതികളും വ്യക്തമാക്കി നിർണയിച്ചു രേഖപ്പെടുത്തിയായിരുന്നു വാദപ്രതിവാദത്തിൻ്റെ രേഖപ്പെടുത്തുക എന്നതായിരുന്നു വാദപ്രതിവാദത്തിൻ്റെ പ്രധാന ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം. അതിനായി നിശ്ചയ ദിവസം സമസ്തയുടെയും നേതൃത്വത്തിൻ്റെയും ഉത്തരവാദപ്പെട്ട നേതാക്കൾ വായക്കാട് എത്തിച്ചേരുകയുണ്ടായി. മുജാഹിദ് വിഭാഗത്തിൽ ഈ ഉള്ളവനും ഉൾപ്പെടുമായിരുന്നു. ഈ ഉള്ളവെന്ന് പറഞ്ഞാൽ അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി.
ചോദ്യോത്തരങ്ങളും പ്രധാന പോയിന്റുകളും കണിശമായി രേഖപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ ചുമതല. അതുകൊണ്ടപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയായിരുന്നു. വഹാബികളെ പറ്റി ചുമതലയായിരുന്നു രേഖപ്പെടുത്തണം. ഇശാ നിസ്കാരത്തിന് ശേഷം വിശാലമായ കെട്ടിടത്തിൻ്റെ മുകളിൽ ഞങ്ങൾ സമ്മേളിച്ചു. ഒരു ഭാഗത്ത് മുജാഹിദുകൾ, മറുഭാഗത്ത് സുന്നികളും. പ്രഗത്ഭനായ കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ തുടങ്ങിയ നേതാക്കൾ സുന്നി പക്ഷത്തുണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ തീവ്രവാദി മുജാഹിദായി അറിയപ്പെട്ടിരുന്ന അബു ഹസൻ മുഹമ്മദ് മൗലവി അഥവാ ചേകനൂർ, അത് ഉഗ്രവാദിയായ വഹാബിയായിരുന്നു അന്ന്. ചേകനൂർ മൗലവി, അതാണ് ഇപ്പോൾ അബു ഹസൻ മുഹമ്മദ് മൗലവി എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ കേട്ടാലും ഉയർത്തും ചെല്ലണ്ട. ചേകനൂരിൻ്റെ പേരാണത്. നെതുവത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി AK അബ്ദുൽ ലത്തീഫ് മൗലവി തുടങ്ങിയ നേതാക്കൾ മുജാഹിദ് പക്ഷത്തിനും അണിനിരുന്നു. ചേകനൂർ മൗലവിയാണ് മുജാഹിദ് പക്ഷത്ത് കാര്യമായി സംസാരിച്ചത്. സുന്നി പക്ഷത്ത് EK ഹസൻ മുസ്ലിയാരും. വായക്കാട് അങ്ങാടിയും പരിസരവും ജനനിബിഡമായിരുന്നു. വൃക്ഷത്തലപ്പുകളിൽ പോലും ആളുകൾ കയറിയിരുന്നു. കാതോർക്കുന്നത് കാണാമായിരുന്നു. ഹസൻ മുസ്ലിയാർ ഉന്നയിച്ച ചോദ്യങ്ങൾ, ഏതാനും ചില ചോദ്യങ്ങളും അതിനവർ നൽകിയ മറുപടിയും തായെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എന്നെഴുതി അബൂ ഇസ്ഹാഖ് മൗലവി തുടരുകയാണ്. ഏത് ഭാഷയിലാണ് മൗലവി ഖുത്ബ നിർവഹിക്കേണ്ടത്? ഹസൻ മുസ്ലിയാരുടെ ചോദ്യം. ചേകനൂരിൻ്റെ മറുപടി, ഖുത്ബ സാമാജികർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നടത്തണം. അങ്ങനെയാണ് നബിയുടെ നടപടിക്രമം. ചേകനൂരിൻ്റെ കണ്ടെത്തൽ. ഹസൻ മുസ്ലിയാർ അപ്പോൾ ചോദിക്കുകയാണ്, വിവിധ നാട്ടുകാരും പല ഭാഷക്കാരും ഒത്തുചേരുന്ന മസ്ജിദുൽ ഹറമിൽ ഏത് ഭാഷയിലാണ് മൗലവി അപ്പോൾ ഖുത്ബ നടത്തേണ്ടത്? വ്യത്യസ്ത ഭാഷക്കാരാകുമ്പോൾ ഒരു ഭാഷ നടത്താൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യേണ്ടത് മൗലവി? ചേകനൂർ മൗലവിൻ്റെ മറുപടി, മസ്ജിദുൽ ഹറമിൽ ഖുത്ബ അറബിയിൽ തന്നെയാണ് നടത്തേണ്ടത്. തെളിവൊന്നുമില്ല, നമ്മളെ അഭിപ്രായം. അവിടെ യഥാർത്ഥത്തിൽ അറബികളെക്കാളും മസ്ജിദുൽ ഹറമിൽ മറ്റ് ഇതര ഭാഷക്കാരായിരിക്കും. ഈ അന്തംകമ്മി എന്നിട്ട് പറയാം അവിടെ അറബിയിലാണ് ഓതേണ്ടത്. ഇത് കേട്ട് ജനം പൊട്ടിച്ചിരിച്ചു, ചിലർ കൈയടിച്ചു. ഹസൻ മുസ്ലിയാർ ചോദിച്ചു, അപ്പോൾ സാമാജികർക്ക് അർത്ഥം മനസ്സിലാവുക എന്നത് ഖുത്ബയുടെ അനുപേക്ഷണീയമായ ഒരു ഉപാധിയല്ല എന്ന് വ്യക്തമാവുന്നില്ലേ മൗലവി? അത് ഒരു ഷർത്തായി, ഒരു നിബന്ധനയായി അറബിയിൽ ഓതണം. അതാണ് സുന്നികളുടെ വാദം. അപ്പം അങ്ങനെ ഇല്ലാന്നിപ്പോൾ മനസ്സിലായില്ലേ? കാരണം മസ്ജിദുൽ ഹറാമിൽ വിവിധ ഭാഷക്കാരുണ്ടാവും. ചില സമയത്ത് അറബികളെക്കാളും അനറബിക്കാരേക്കാരുണ്ടാകുക. അപ്പോൾ അവിടെ അറബിയിൽ ഓതുമ്പോൾ ഭൂരിപക്ഷം വരുന്ന അനറബികൾക്ക് അത് മനസ്സിലാവില്ലല്ലോ. സാമാജികർക്ക് മനസ്സിലാവുന്നതാണല്ലോ നിങ്ങളുടെ വാദം. അപ്പോൾ പിന്നെ ഒരു കാര്യങ്ങൾ സമ്മതിക്കണം. സാമാജികർക്ക് മനസ്സിലാകണമെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന വിവിധ ഭാഷകളിൽ ഓതേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അറബി ഭാഷയിലാണ് അതിൻ്റെ ഷർത്ത് എന്ന നിലക്ക് മറ്റുള്ളവർ പഠിക്കാൻ നോക്കുക. അപ്പോൾ അറബി തന്നെ ഓതണം. അങ്ങനെ വേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു മൗലവിനോട്. എന്നാൽ ചേകനൂര് അവിടെ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. അത് കൂടുതൽ ശ്രോതാക്കളെ ആവേശഭരിതരാക്കി. അപ്പോൾ മൗലവിൻ്റെ മറുപടി ഇസ്ഹാഖ് മൗലവി പറയണം, അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി പറയണം, ജനങ്ങൾ ഭയങ്കര പൊട്ടിച്ചിരി. മൗലവിൻ്റെ ഉമ്മായിത്തെ വർത്താനം കേട്ടുകാണ്ട് ആളുകൾ ചിരിക്കുക. ഞങ്ങളെ ഇടയിൽ അത് വലിയ വിഷമുണ്ടാക്കി. മൗലവി വഹാബി പാനലുകളിൽ ഖുത്ബയുടെ ആശയം സാമാജികർക്ക് മനസ്സിലായ തീരൂ എന്ന വാദം ഇതോടെ തകർന്നു പോയതായി സദസ്സിന് ബോധ്യപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നി. പാവം മൗലവി. തൻ്റെ വാദം സ്ഥാപിച്ചെടുക്കാൻ ചേകനൂർ മൗലവിക്ക് കഴിഞ്ഞതുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജനങ്ങൾക്ക് ഒരു ഉപദേശം നൽകുന്നത് എന്തിനു മുടക്കണം എന്ന ഒരു ഞൊണ്ടിനായാണ് ചേകനൂർ മൗലവി ഹസൻ മുസ്ലിയാരോട് ചോദിക്കുന്നത്. അപ്പോൾ ഹസൻ മുസ്ലിയാർ മറുപടി, അതിനെന്തിനാ മൗലവി ദിക്ർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അറബിയിൽ മാത്രം ഓതേണ്ട, കുറഞ്ഞ മിനിറ്റുകൾ മാത്രം നിർവഹിക്കേണ്ട ആ സമയത്ത് തന്നെ അത് വേണോ? അത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലാത്ത ഏതെങ്കിലും ദിവസം മറ്റേതെങ്കിലും നിസ്കാര ശേഷമൊക്കെ നടത്തിയാൽ പോരെ? അല്ലെങ്കിൽ ജനങ്ങൾ ഉള്ളിടത്ത് പോയി കാണാൻ ഏതെങ്കിലും സൗകര്യം പോലെ പോയി പറഞ്ഞു കൊടുത്താൽ പോരെ
ഇത് ജുമ എന്ന് പറഞ്ഞ ആ ഖുതുബ അത് 4 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് 2 ഖുതുബ. അതുകൊണ്ടാണ് നിസ്കാരം അവിടെ സാധാരണ 100 4 അവിടെ 2 നിസ്കരിക്കുന്നുള്ളൂ. മാത്രമല്ല യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച വാങ്ങി കൊടുക്കപ്പെട്ട ഫസ്അു ഇലാ ദിക്രില്ലാ, ദിക്റിൽ ഉളരണം എന്ന ആ ദിക്ർ ഖുതുബയാണ്. അപ്പൊ എന്തിനാ മൗലവി ഇമ്മായത്തെ ഞൊണ്ടി ന്യായം പറയുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഖുതുബ പൂർവീകര പിന്നെ അസുമുസ്ലിയാരെ പ്രസംഗമായി. ഖുതുബ പൂർവീക മുസ്ലിങ്ങളെ മാതൃകയാക്കി അറബിയിൽ തന്നെ നിർവഹിക്കണം എന്ന് അസമുസ്ലിയാർ കാണികളെ തക്ബീറുകൾക്കിടെ വ്യക്തമായും സവിസ്തരമായും സമർത്ഥിക്കുകയുണ്ടായി എന്ന് അന്ന് വഹാബിയായിരുന്ന അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എഴുതുന്നു. മാത്രമല്ല അസൽ മുസ്ലിയാരുടെ പ്രസംഗത്തോടുകൂടെ വഹാബികൾക്ക് പൊതുവെ ഒരു കാര്യം മനസ്സിലായി, ഖുതുബന്റെ പിന്നാലെ വല്ലാതെ കൂടണ്ടല്ലേ. പിന്നീട് ഇപ്പം അവർ 8 10 10 ഗ്രൂപ്പ് ആകുമ്പോൾ ഇപ്പോൾ എന്താണ് അവരുടെ അഭിപ്രായം ഇപ്പം നമ്മൾ കേൾക്കലില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ നേരം പോലെ ഒന്ന് സൂര്യന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളാവുമ്പം രാവിലെ മുസ്ലിമാകും, വൈകുന്നേരം ആകുമ്പോൾ കാഫറാവും, വൈകുന്നേരം മുസ്ലിമാകും നേരം പോലെ വരുമ്പോൾ കാഫറാവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ സാഹചര്യം അത്ര വഷളാവും. അതുപോലെ ഒന്ന് വഹാബിസത്തിൻ്റെ സാഹചര്യം പറ്റ വഷളായി, തോന്നും പോലെയായി. ഇപ്പോൾ തോന്നും പോലെയായി. ഒരു വിദ്വാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ നോമ്പ് 29-ന് അന്ന് ജനങ്ങളോട് പറഞ്ഞു, മുപ്പത് ഇമാം എന്ന പള്ളിയിൽ ജനങ്ങളോട് പറഞ്ഞു തറാവി നാളെ മുതലുണ്ടാവും, നാളെ മുതലുണ്ടാവും. അതെന്താ നമ്മളെ ഹദീസ് എന്താണ്? ആയിഷ ബീവി പറഞ്ഞ ഹദീസാണല്ലോ നമ്മളെ ഹദീസ്. റമദാനിൻ്റെ മുമ്പും ശേഷം 11-ന് കൂട്ടുകയോ ഉറക്കുകയോ ചെയ്തിട്ടില്ല. ഇതല്ലാതെ നമുക്ക് വേറെ 8-3 നിസ്കരിക്കുന്ന തെളിവില്ലല്ലോ. അപ്പോൾ റമദാനിൻ്റെ മുമ്പും ശേഷം എന്ന് പറയുമ്പോൾ പെരുന്നാളോട് കൂടെ തന്നെ നമ്മൾ നിർത്തിവെക്കണില്ല, തുടരണമെന്നാണല്ലോ. അതിനവർക്ക് മറുപടി ഇല്ല. യഥാർത്ഥ ആയിഷായിക പറഞ്ഞ എന്താണ്? ആയിഷാബി റസൂലുള്ള വീട്ടിൽ നിന്ന് ഒന്നുറങ്ങി എഴുന്നേറ്റ് കാണി നിസ്കരിക്കുന്ന വിത്തറിനെ പറ്റിയാണ് ആ പറഞ്ഞത്. ആ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അറിയില്ലേ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഞൊട്ടിന്യായം പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി എന്നിട്ട് പണ്ഡിതന്മാരോടൊപ്പം അങ്ങോട്ട് ചേരുമ്പോൾ അതിന് മറുപടി ഇല്ലാതെ അവർ കുളമാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അതേതായാലും കൊളായി, വഹാബിക്ക് മറുപടിയില്ല. അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എഴുതുന്നു, അസൽ മുസ്ലിയാരുടെ അടുത്ത ചോദ്യം അമ്പിയാക്കളുടെ മുഅ്ജിസത്തിനെ കുറിച്ചും ഔലിയാക്കളുടെ കറാമത്തിനെ കുറിച്ചും മൗലവി നിങ്ങളുടെ വിശ്വാസം എന്താണ്? ശേഖരൻ മൗലവി മുഅ്ജിസത്തി എന്നാൽ എന്താണെന്ന് മുസ്ലിയാർ വ്യക്തമാക്കി തരണം. അവർ മുഅ്ജിസത്തിനെ മനസ്സിലാക്കി കൊടുക്കണം. അയാളെ പുതിയത് കേൾക്കണ മാതിരിയാ തോന്നുന്നു. അങ്ങനെ ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ ഞാൻ കണ്ടിട്ടില്ല, മുഅ്ജിസത്തിനൊരു വാക്ക് ഖുർആൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിയാർ വ്യക്തമാക്കണം. അസൽ മുസ്ലിയാർ പറഞ്ഞു, അമ്പിയാക്കൾ മുഖേന പ്രകടമാകാറുള്ള അമാനുഷിക സംഭവങ്ങൾക്കാണ് മുസ്ലിങ്ങൾ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞു വരുന്നത് മൗലവി. അത്തരം സംഭവങ്ങളിൽ മൗലവിക്കും കൂട്ടുകാർക്കും വിശ്വാസമുണ്ടോ എന്നാണ് ചോദ്യം. മൂസാ നബി പടിയിട്ടപ്പോൾ പാമ്പായത്, അതുപോലെയുള്ള എത്ര സംഭവങ്ങളുണ്ട്. അതിനാണ് മൗലവി ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശേഖരൻ മൗലവി അത്തരം സംഭവങ്ങൾ ആയാത്ത് എന്നാണ് പറയേണ്ടത്. ആയാത്ത് മുഅ്ജിസത്ത് എന്നല്ല. ഖുർആനിൽ അങ്ങനെയാണ് പരാമർശം. മുഅ്ജിസാത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ആയാത്ത് എന്നാണ് പറഞ്ഞത്. അസൽ മുസ്ലിം പേരിൽ തർക്കിക്കാൻ ഞങ്ങളില്ല. ആയത്തെങ്കിൽ ആയത്ത്. അമാനുഷിക സംഭവങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇതാണ് ഞങ്ങൾക്കറിയേണ്ടത്. മൗലവിൻ്റെ ചേകനൂരിൻ്റെ മറുപടി, ആയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അമ്പിയാക്കൾ മുഖേന അവർ പ്രകടിപ്പിക്കുന്ന അസാധാരണവും അമാനുഷികവുമായ സംഭവങ്ങൾക്കാണ് ആയാത്തുകൾ എന്ന് പറയുക. അത്തരം സംഭവങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ മുജാഹിദുകൾ. അപ്പം അസമുസ്ലിയാര ചോദ്യം, നിങ്ങൾ ഈ വിവരണത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ എന്ന ഒരു ഖൈദ് ഉപാധി ചേർത്തിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? അപ്പം ശേഖനൂര് ഭൂമുഖത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ ഉണ്ടാകൂ എന്നാണല്ലോ അഹ്ലുസുന്നത്തിന്റെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ മുസ്ലിയാർ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണോ? അപ്പം ഇങ്ങനെ വിഷയത്തിൽ നിന്ന് ഭാഗത്തേക്ക് ഉരുളുകയാണ്. അപ്പം അസം മുസ്ലിയാർ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയല്ല, സ്ഥിരീകരിക്കുകയാണ്. അമാനുഷിക സംഭവങ്ങളെപ്പറ്റി മാത്രം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ എന്ന് ചേർത്ത് പറയുന്നത് മറ്റു കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മശീഅത്ത് ആവശ്യമില്ലെന്ന് ധരിപ്പിക്കുന്നു.
എല്ലാ കാര്യങ്ങൾക്കും അത് ബാധകമാകേണ്ടതല്ലേ? എന്താ മഅ്ജിസത്ത് പറയുമ്പോൾ മാത്രം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രം പ്രവാചകന്മാരും സംഭവിക്കും എന്ന് പറയേണ്ട, എല്ലാ കാര്യം അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ശേഖരൂർ മൗലവി, നമ്മുടെ എല്ലാ ചലനങ്ങൾക്കും അള്ളാഹുവിന്റെ മശീയത്ത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അമാനുഷിക സംഭവങ്ങൾക്കും അത് ആവശ്യമാണെന്ന് സമ്മതിക്കുന്നതിന് എന്താണ് തടസ്സം? അപ്പാസമുസ്ലിയാർ, ആയാത്തുകൾക്ക് അഥവാ അമാനുഷിക സംഭവങ്ങൾക്ക് കൂടിയേ കഴിയൂ എന്ന് പറയുന്ന നിങ്ങൾക്ക് സാധാരണ സംഭവങ്ങൾക്കും അത് ആവശ്യമാണെന്ന് സമ്മതിക്കുന്നതിന് എന്താണ് വിരോധം? അത് സമ്മതിച്ചാൽ ഈ വിഷയത്തിൽ നമ്മൾ തമ്മിലുള്ള തർക്കം തീരുമല്ലോ. സംസാരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് സംസാരങ്ങളായി നീണ്ടുപോയി. സംസാരം തപസ്സുൽ മേഖലകളിലേക്കും പടർന്നു കയറി. മുമ്പിലെ ജലസമുദ്രം വികസിച്ചു വരികയായിരുന്നു. ആർക്കും ഉറക്കമില്ലാത്ത രാത്രി. സുബൈ ബാങ്ക് കേട്ടപ്പോഴേ നേരം പുലർന്നത് അറിഞ്ഞുള്ളൂ. സുന്നി ഉലമാക്കൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് നീങ്ങി. ഞങ്ങൾക്കും വേണമല്ലോ സുബൈ നിസ്കാരം. അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എഴുതുകയാണ്, ചേകനൂർ അന്ന് 5 വക്കത്തുകാരൻ തന്നെയായിരുന്നു. പിന്നെയാണ് മൂപ്പര് ജമാഅത്ത് പിന്നെ 3 ജമാഅത്തും കഴിഞ്ഞു കണ്ട്. ഇത് കഴിഞ്ഞാണ് ജമാഅത്ത് പോയി. പിന്നെയാണ് അയാൾ 3 അന്ന് അദ്ദേഹത്തിന് ഞങ്ങൾക്കും 5 തന്നെയായിരുന്നു. വുളു എടുക്കാനോ നിസ്കരിക്കാനോ ആ കെട്ടിടത്തിൽ സൗകര്യം മതിയായിരുന്നില്ല. സുന്നികൾ കൂളായി പള്ളിക്ക് പോയി. ഇവർക്ക് ധൈര്യമല്ല. മൗലവിനെ എഴുതണോ, ഞങ്ങൾക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ ധൈര്യക്കുറവും. ജനം തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങേണ്ടെന്ന് മുജാഹിദ് വളണ്ടിയർമാരുടെ ഉപദേശം കിട്ടി. നല്ല കുടുക്കിലാണ് ഞങ്ങൾ കുടുങ്ങിയത്. ഒടുവിൽ തയമം ചെയ്ത് നിസ്കരിക്കാമെന്ന് തീരുമാനിച്ചു. അതിനും വേണ്ടേ പൊടിമണ്ണ്? അത് കിട്ടാനും യാതൊരു വഴിയുമില്ല. നെതുവത്ത് സെക്രട്ടറി AK അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു, ഹനഫി മദ്ഹബിൽ തയമ്മും ചെയ്യാൻ പൊടിമണ്ണ് വേണമെന്നില്ല. ഭൂതലത്തിലെ ഏത് സാധനത്തിന്മേലും കൈയടിച്ച് തേമം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാവും ഗുണകരം. അങ്ങനെ കട്ടിൽ, മേശ, ചുമര്, വാതിൽ എന്നിവയുടെ മേൽ കൈയൊടിച്ച് തേമം ചെയ്താണ് അന്ന് ഞങ്ങൾ സുബൈ നിസ്കരിച്ചത്. ഒരു വിധം അങ്ങനെ ഞങ്ങൾ നിസ്കാരം ഒപ്പിച്ചത് ഇങ്ങനെയാണ്. സൗകര്യപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ഒളു എടുത്ത് ആ നിസ്കാരം മടക്കിയിട്ടുണ്ട്. ഇസ്മായിൽ മൗലവി പിന്നെ അത് കഴിഞ്ഞേക്കാൻ അപ്പം തന്നെ മൂപ്പര് ഇങ്ങനെ ദുർബലനാകുകയാണല്ലോ. കാരണം വഹാബിയാണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ തോൽക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. മൂപ്പര് പിന്നെ പരിയിലൊക്കെ എത്തിയാൽ ഒളുക്കെ ഉണ്ടാക്കി മടക്കിയിട്ടുണ്ട്. മറ്റുള്ളവരിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഞാൻ കണ്ടില്ല. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കുറേയൊക്കെ സ്ഥലം വിട്ടതായി കണ്ടു. ധൈര്യം അവലംബിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴേക്ക് ഉച്ചത്തിലുള്ള കൂക്കുവിളിയായിരുന്നു ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ശേഖരൂർ അടുത്തുണ്ടായിരുന്ന ഒരു പാറക്കല്ലിൽ കയറി നിന്ന് ഇങ്ങനെ പറഞ്ഞു, സഹോദരന്മാരെ, യഥേഷ്ടം കൂക്കിക്കൊള്ളൂ. ഞങ്ങൾക്കിതൊന്നും പുത്തരിയല്ല. പ്രവാചകന്മാരും അവർ ഉത്തമ അനുയായികളും ഇതിലേറെ പരിഹാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇതോടെ കൂകൽ കൂടുതൽ ശക്തിയായിരുന്നു. ഞങ്ങൾ ശേഖനൂരിനെ കൈപ്പിടിച്ചെറുക്കി അനുനയത്തിൽ ശാന്തനാക്കി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ദേഹോപദ്രവമേൽക്കാതെ അന്ന് ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന് പറയാം. മുജാഹിദ് വളണ്ടിയർമാർ മാവൂര് വരെ ഞങ്ങൾക്ക് അകമ്പടി സേവിച്ചിരുന്നു. അന്ന് മടവൂരിലായിരുന്നു അന്ന് മാവൂരിലൂടെയായിരുന്നു വായക്കാട്ടേക്ക് യാത്ര ചെയ്യാനുള്ള വഴി. പിന്നീടാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഊർക്കടവ് പാലം നിർമ്മിക്കപ്പെട്ടതും യാത്ര സുഗമമായതും. അപ്പം ഇവിടെ നമ്മൾ ഈ ശേഖനൂർ മൗലവി ഇപ്പം അവരെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവർ അയാളെ ഇവിടെ തന്നെ ചോദ്യം ഉത്തരമൊക്കെ പറയിപ്പിച്ച്. അത് അതിലേറെ കൊളായി. ഇതിനേക്കാൾ കൊളായ ഒരുപാട് വാദപ്രതിവാദം EK അസ്ഹർ മുസ്ലിയാരും ശേഖനൂർ മൗലവിയുമായി പലയിടങ്ങളും നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരണക്കാലം മുതൽ എവിടെയും അതിൻ്റെ അഭിമാനത്തിന് യാതൊരു പോറലും ഏറ്റിട്ടില്ല. ആ ആലിമീങ്ങൾ എക്കാലത്തും അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയം
അത് 100% എന്ന് പറഞ്ഞാൽ തെറ്റില്ല. വളരെ ശോഭയോടെ നിലനിന്നു. ഏത് വാദപ്രതിവാദ സദസ്സിലും അഭിമാനത്തോടുകൂടി നേതാക്കന്മാർ വഹാബികളെ നേരിട്ടു. അങ്ങനെ സുന്നത്തി ജമാഅത്ത് വളരെ വ്യക്തമായും 100 വർഷം ഒരു കോട്ടവുമില്ലാതെ നിലനിർത്തി എന്നതാണ് സമസ്തയുടെ ആലിമീങ്ങൾ ഇവിടെ കാണിച്ച മാതൃക. ആ മാതൃകയിലൂടെ സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും ഇന്നും നമ്മെ നയിക്കുന്നു. ഇന്ന് നമ്മൾ പഴയകാല ആ പണ്ഡിതന്മാരുടെ ആനുകൂല്യം പറ്റി വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ്. കാരണം അന്നത്തെ വഹാബികളൊക്കെ തലീകെട്ടുള്ളതൊക്കെ ഇന്നിപ്പോൾ ഏതോ അവരും ഈ നമ്മളെ കോളേജ് ചെക്കന്മാരൊന്നും ഇപ്പോൾ കണ്ട തിരിച്ചറിയില്ല. എല്ലാം ഒരേമാതിരി കള്ളിക്കുപ്പായം പുള്ളിക്കുപ്പായിട്ട് നടക്കണവരായതുകൊണ്ട് കണ്ടാൽ തന്നെ എന്തില്ല, അവർക്കൊരു ഗൗരവോ ഒരു വക്കാറോ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സംഗതി പോലും ഇല്ലല്ലോ. മാത്രമല്ല അവരാരും ഇന്ന് വാദപ്രതിവാദത്തിനുമില്ല. അവർ പൊതു കാര്യങ്ങളിൽ നമ്മളോടില്ല, മനുഷ്യന്മാരോടൊപ്പം നിൽക്കാത്ത ഒരു സൈസ് വെറുക്കപ്പെട്ട വിഭാഗമാണ് മൊത്തത്തിൽ ഈ വിധേയികളെന്ന് സമൂഹം പൊതുവെ മനസ്സിലാക്കിയ ഒരു സമയം കൂടിയാണിത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെറ്റായ ചിന്താഗതിയിൽപ്പെട്ടുപോയ മനുഷ്യന്മാരെ അനുനയിപ്പിച്ചുകൊണ്ട് അവരിൽ മാനസാന്തരമുണ്ടാക്കി അവരെ യഥാർത്ഥ വിശ്വാസികളാക്കി സ്വർഗാവകാശികളാക്കി മാറ്റിയെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു പ്രതിജ്ഞയും തീരുമാനവും പ്രവർത്തനവുമാണ് ഇത്തരം പഴയകാല ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി നേരായ ദീനിനെ നേരായ നിലയിൽ നിലനിർത്തിപ്പോന്ന, അതിനുവേണ്ടി സമയം ചെലവഴിച്ച, സമ്പത്ത് ചെലവഴിച്ച, ഉറക്കമൊഴിച്ച, തൻ്റെ സംസാരശേഷി ഉപയോഗപ്പെടുത്തിയ എല്ലാ മഹത്തുക്കളുടെയും ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒന്നിപ്പിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി